മദീന റൗള മുനവ്വറയിൽ അന്തി ഉറങ്ങും ത്വാഹ റസൂലേ സലാം. അസ്സലാമു അലൈക്കും. പുതിയൊരു നിബിദിന വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിലെ ഹബീബായ നബിയുടെ ജന്മദിനത്തിൻ്റെ വിളംബര റാലിയിൽ പരസ്പരം തല്ലുകൂടുന്ന സുന്നി പ്രവർത്തകർ. ആര് ബാനർ പിടിക്കണം എന്നതിനെ ചൊല്ലിയാണ് വിഷയം. എങ്ങനെയാണ് ഇത്തരമൊരു കാഴ്ച സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ജന്മദിന വിളംബര റാലിയിൽ നമ്മുടെ ആൾക്കാർക്ക് കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. പറയുമ്പോൾ അതിൽ വിഷമം വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമുക്കത് പറയേണ്ടി വരും. ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങൾ പറയുന്നതിന് മുൻപ്, ആ കാഴ്ചയുടെ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് നമ്മുടെ കുറച്ച് കുട്ടികളുടെ നിബിദിന പരിപാടികളുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ആയിഷ ജബീൻ എന്ന പേരുള്ള ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കരപ്പറമ്പിലുള്ള ഒരു പെൺകുട്ടിയുടെ അതിമനോഹരമായ ഒരു ഗാനം ഇൻഷാ അല്ലാഹ് ആദ്യം ഒന്ന് കേൾക്കും. يا أكرم الخلق ما لمن ألذ به سواك عنده الحديث الأمين. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവരുടെ തന്നെ സഹോദരനാണെന്ന് തോന്നുന്നു. ആ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഐഡി തന്നെ അയച്ചെന്നതാണ്. ജാസിൽ മുഹമ്മദ് എന്ന് പേരുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ നിബിദിന പരിപാടി. അതും കൂടി ഒന്ന് കാണാം. ഈ 2 പരിപാടികളും എനിക്ക് ഭയങ്കര ഇഷ്ടമായതാലും ഇവരുടെയൊക്കെ പരിപാടികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം. അതോടൊപ്പം തന്നെ ബേപ്പൂരിൽ നിന്ന് ഫാത്തിമ മുഫ്ലിഹ എന്ന് പേരുള്ള 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ നല്ലൊരു ഗാനം. വളരെ കുറഞ്ഞൊരു നേരെ അവരുടെ ഉള്ള ഒരു 53 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരുടെ ആ ഒരു പരിപാടി. അതുകൂടി ഒന്ന് കാണും. എൻ്റെ മോഹത്തിൻ തോന്നിയ കനി, എൻ്റെ കഥനങ്ങളെ തീടുവാൻ, എൻ്റെ ആശകൾ തീർത്തിടുവാൻ, എത്ര നാളു ആശ വെച്ചു റൗള കാണുവാൻ, എത്ര നാൾക്കിനാവ് കണ്ടു റൗള കാണുവാൻ. വളരെ നന്നായിട്ടുണ്ട് പ്രിയപ്പെട്ട മോളെ. ഈ പരിപാടി അവതരിപ്പിച്ച 3 പേർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളാണ്. ഇത്തവണത്തെ നബിദിനത്തിൽ നിങ്ങളൊക്കെ ഉഷാറാക്കണം. അതോടൊപ്പം നമുക്ക് +2 പഠിക്കുന്ന ഷൈബ എന്ന് പേരുള്ളൊരു കുട്ടി. ഷൈബയുടെ വളരെ നല്ല അടിപൊളി പാട്ടാട്ടോ. സംഗതി ഷൈബയോട് ഞാൻ സ്ഥലം ചോദിക്കാൻ വിട്ടുപോയി. കാസർഗോഡാണോ ഇനി വയനാടാണോ എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഏതായാലും ഷൈബ +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ ഷൈബയുടെ ഗാനം ഒന്ന് കേൾക്കുക. ആമിന ബീവി പുഞ്ചിരിച്ചു നൂറാകയാ, മക്ക മണ്ണിൽ നൂറുദിച്ചു നൂറാകയാ, ലോകമാകെ വെൺപ്രഭ പൂണ്ടു നൂറാകയാ, മണ്ണും വിണ്ണും ശുക്ർ പൊതിഞ്ഞു നൂറാകയാ, പുകളുകളാലെ പുളകിതമാകെ പൂത്തുലഞ്ഞു ഉലകമിലാകെ നൂറാകയാ, 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 നൂറാകയാ. വർണ്ണമൊഴുകും പാരിതിൽ പൂത്തിങ്കളിൻ പിറാ കൊണ്ടതിൽ വാഴ്ത്തിടാം തിരുവ
गया नूर आ गया. ഷൈബ +2 പഠിക്കുന്ന ഈ കുട്ടി നന്നായിട്ട് പാടാൻ കഴിവുള്ളൊരു കുട്ടിയാണ്. അള്ളാഹു അവർക്കൊക്കെ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലുമൊക്കെ അള്ളാഹു ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ നബിദിന റാലികളുണ്ടല്ലോ, ഈ നബിദിന റാലി ശരിക്കും എന്നു മുതലുണ്ടായത്? നബിദിന റാലി ശരിക്കും അറക്കൽ രാജവംശമാണ് ശരിക്കും ഇതിൻ്റെ തുടക്കക്കാരെന്നുള്ളതാണ് സത്യം. നബിദിന റാലികൾ ഇങ്ങനെ റാലിയായിട്ട് ഇങ്ങനെ കൊണ്ട് നടന്ന ഒരു കേരളത്തിൽ അങ്ങനത്തെ ഒരു കൾച്ചർ തുടങ്ങി വെച്ചത് അറക്കൽ രാജവംശമാണ് അത്രയും. അപ്പം അതിന് മുമ്പ് നമുക്ക് എടവണ്ണപ്പാറയിലെ വിഷയം എന്ന് പറയാണ്ട്. അപ്പം എന്താണ് ഇപ്പോൾ ഈ നബിദിന റാലിയിൽ സംഭവം വെച്ചാൽ, ഈ സമസ്ത കോർഡിനേഷന് ഈ എടവണ്ണപ്പാറയിൽ നബിദിന വിളംബര റാലി കുറേ കാലങ്ങളായിട്ട് നടത്താറുണ്ട്. ഇപ്പോൾ ഈ സമസ്ത EK വിഭാഗം സമസ്തക്കടയിൽ CIC അനുകൂലിക്കുന്നൊരു വിഭാഗം, CICയെ അനുകൂലിക്കാത്തൊരു വിഭാഗം, ഇങ്ങനെ 2 വിഭാഗങ്ങളുണ്ട്. അപ്പോൾ സാധാരണ അവിടെ നടത്തി വരുന്ന ഒരു ശൈലിക്കപ്പുറം ഈ ഒരു റാലിയിൽ CICനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമാണ് അതിൻ്റെ ബാനർ പിടിച്ച് മുൻപിലുണ്ടായിരുന്നത്. സാധാരണ അവിടെ വിക്കായുടെ SKSFൻ്റെ വിക്കായുടെ പ്രവർത്തകരാണ് അവിടെ ബാനറൊക്കെ പിടിച്ച് മുൻപിലുണ്ടാവല്. ഇത്തവണ അവർക്ക് കൊടുക്കാതെ ഈ CIC അനുകൂലിക്കുന്ന സമസ്തയെ സ്നേഹിക്കുന്ന സമസ്തയുടെ തന്നെ ആളുകളാണ് ഇവർ ബാനർ പിടിച്ച് വന്നപ്പോൾ മറുവിഭാഗം ചോദ്യം ചെയ്യുകയും ബാനർ പിടിച്ച് കയറുകയും അത് സമസ്തയുടെ ബാനറാണ്. ഇതൊരു വലിയ വിവാദമായി. ഒടുവിൽ പോലീസ് എത്തി, ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നമ്മുടെ ഈ റാലികളൊക്കെ നടത്തുന്നത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇതൊന്നുമല്ല ഉണ്ടാകുന്നത്. ഒരു വിഭാഗം പറയുന്നു, CIC അനുകൂലികളായ വിഭാഗം പറയുന്നത് SKSFൻ്റെ വിക്കായുടെ ആളുകൾ വന്ന് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കി എന്നുള്ളതാണ്. SKSFൻ്റെ ആളുകൾ പറയുന്നത് ഇവിടെ കാലങ്ങളായിട്ട് നടന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് CICനെ അനുകൂലിക്കുന്ന ഖാദി ഫൗണ്ടേഷൻ്റെ ആളുകൾ ഇത് കയ്യേറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് പോലീസിനുമായി ചർച്ച നടത്തിയിട്ട് ഇത് ആരാണോ മുൻപ് നടത്തിയിരുന്നത് ആ രീതിയിൽ ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിരുന്നതാണ്. പക്ഷെ ആ ഒരു ധാരണയൊക്കെ തെറ്റിച്ചിട്ടാണ് ഇങ്ങനൊരു വിഭാഗം നടന്നു എന്നുള്ളതാണ്. ഏതായാലും വളരെയധികം മോശമായൊരു പരിപാടിയായിപ്പോയി. പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ റാലികളൊക്കെ ശരിക്കും എന്നാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ റാലികൾക്ക് പിന്നെ ഒരു കഥയുണ്ട്. അതായത് അറക്കൽ രാജവംശം, ഈ കണ്ണൂരിലെ സിറ്റി ജുമാ മസ്ജിദൊക്കെ അറക്കൽ കുടുംബത്തിലുള്ള അതിൻ്റെ മുത്തവലി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 15-ാം നൂറ്റാണ്ട് അതിൻ്റെ മുൻപ് മുതൽക്ക് തന്നെ ഈ ഒരു നബിദിനമാകുമ്പോൾ ഈ രാജവംശത്തിൻ്റെ കീഴിൽ മൗലീദുകളും മറ്റു പരിപാടികളും റാലികളൊക്കെ നടത്തലുണ്ട്. ഈ 1500കളിലൊക്കെ ഈ അറക്കൽ രാജവംശത്തിൻ്റെ ഒരു വലിയ നാവികനായൊരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യനെ അന്നത് ബ്രിട്ടീഷുകാരല്ല, ബ്രിട്ടീഷുകാരൊന്നും വന്നിട്ടില്ലല്ലോ, പോർച്ചുഗീസുകാർ വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് കടലിലെറിഞ്ഞു. പിന്നീട് അറക്കൽ രാജകുടുംബത്തിൻ്റെ സൈനികരും ജനങ്ങളൊക്കെ കൂടി ചേർന്ന് ആ മയ്യത്ത് കണ്ടെടുത്തിട്ട് പിന്നീട് കണ്ണൂർ സെൻട്രൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി എന്നൊക്കെയാണ് ചരിത്രത്തിലുള്ളത്. അപ്പോൾ അവിടേക്കൊരു മാർച്ച് തന്നെ, അത് റബീഉൽ അവ്വൽ 12-നാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ അവിടേക്കൊരു ആദരവ് സൂചകമായിട്ടൊരു മാർച്ച് പോലെ ഒരു പരേഡ് ശരിക്കും നമ്മൾ ഇതൊക്കെ നടത്തലുണ്ട്. അത് പിന്നീട് അത് ഇല്ലാതെയായി. പക്ഷെ അന്നത്തെ ഈ അറക്കൽ രാജവംശം തുടങ്ങി വെച്ച ഈ നബിദിന റാലി കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. അതിൽ കോൽക്കളി ഉണ്ടായിരുന്നു, ദഫ്മുട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അപ്പോൾ അതേപോലെ ആ സൈനിക പരേഡിൽ നിന്നാണ് ഈ സ്കൗട്ടുകളൊക്കെ ഈ നബിദിന റാലിയിലേക്കൊക്കെ കടം കൊണ്ടത്. ഇന്നിപ്പോൾ കോൽക്കളിനൊക്കെ ഹറാമാക്കിയിട്ട് കോൽക്കളിയൊന്നും ഈ നബിദിന റാലികൾ ഉണ്ടാവലില്ല. ഈ ദഫ്മുട്ട് തന്നെ സാധാരണ ഉള്ള തോലിൻ്റെ ദഫ് കൊണ്ടല്ല, വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറുള്ള ദഫാണ് സാധാരണ മദ്രസകൾ ഉപയോഗിക്കൽ. എന്തായാലും ഈ നബിദിന റാലിക്ക് അറക്കൽ രാജകുടുംബമായിട്ടൊരു ചരിത്രമുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും നമ്മുടെ നബിദിന റാലികൾ സന്തോഷകരമാകുന്ന രീതിയിൽ പരസ്പരം വഴക്കില്ലാത്ത രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതുപോലെ എടവണ്ണപ്പാറയിൽ ഉണ്ടായതുപോലെയുള്ള ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. നബിദിന റാലി പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഉന്തുവണ്ടിയിലൊക്കെ മൈക്ക് കൊണ്ടുപോയിട്ടായിരുന്നു. ഇന്നൊക്കെ ഇതൊക്കെ മാറിയപ്പോൾ BGM ഒക്കെ ആയിട്ടൊക്കെയാണ് നബിദിന റാലികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കുട്ടികളുടെ നബിദിന പരിപാടികൾ, പാട്ടുകൾ, കവിതകൾ ജെനുവിനായിരിക്കണം. വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഈ നമ്പറിലേക്ക് അയക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരമാവധി നമ്മുടെ കുട്ടികളുടേത് നല്ല പരിപാടികൾ മുഴുവനും നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഭയങ്കര സങ്കടം പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഒരു സങ്കടം പറയാനുണ്ട്, നാളെ പറയാം. അപ്പോൾ ഓക്കെ, എല്ലാവരും വീഡിയോ ഒക്കെ മറക്കരുത്. അസ്സലാമു അലൈക്കും.